ഡോക്ടർ മേരി ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മേരി ജോർജ്, കേരളം അതിദരിദ്ര വിമുക്തമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കേരളപ്പിറവി ദിനമായ നവംബർ 1-ാം തീയതി നാളെ. എന്തുകൊണ്ടാണ് ആ പ്രഖ്യാപനത്തിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നത്? അതിന്റെ കാരണം എന്താണ്? അതിന് വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. സത്യത്തിൽ നീതി ആയോഗിന്റെ 2 പഠനങ്ങൾ ഇതിന്റെ പുറകിലുള്ള രണ്ട് കാരണങ്ങളാണ് ഗവൺമെന്റിനെ കൊണ്ട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യിക്കാൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ പഠനത്തിൽ അത് 2021-ലോ 2022-ലോ ആണ് പുറത്തു വന്നത്. ആ പഠനത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തിൽ അതിദരിദ്രരുടെ എണ്ണം 0.71% ആണ് എന്നായിരുന്നു. അത് ഈ ഗവൺമെന്റിനെ ഊറ്റം കൊള്ളിച്ചു. ഇനി രണ്ടാമത് കഴിഞ്ഞ വർഷം പുറത്തു വന്ന നീതി ആയോഗിന്റെ റിപ്പോർട്ടില് അതിദരിദ്രരുടെ എണ്ണം 0.38% ആയിട്ട് കുറഞ്ഞിരിക്കുന്നു കേരളത്തിൽ. കേരളമാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം, അതായത് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നൊക്കെയുള്ള പുകഴ്ത്തുപാട്ട് നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ ഇതൊരു നല്ല തക്കമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാൻ ചില പൊടിക്കൈകളുമായിട്ട് ഗവൺമെന്റ് മുൻപോട്ട് വന്നത്. ആ പൊടിക്കൈകളുടെയൊക്കെ ആധികാരികത എന്ത്? നീതി ആയോഗിന്റെ പഠനത്തിൽ അതല്ലാതെയുള്ള വസ്തുതകളുടെ ആധികാരികത അത് സംബന്ധിച്ച എന്തെങ്കിലും പഠനങ്ങളുണ്ടോ? ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI അനുസരിച്ചാണല്ലോ ഈ പറഞ്ഞ കണക്ക്. നേരത്തെ പറഞ്ഞ 70% പിന്നെ വന്ന 0.55%. അത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗിന്റെ ഡേറ്റയാണ്. അതിലൊരു ഡേറ്റയുണ്ട്. അങ്ങനെ അല്ല എന്ന് പറയാൻ മറുവശത്തുള്ള ഡേറ്റ എന്താണ്? മറുവശത്ത് ഡേറ്റ അതല്ല എന്ന് പറയാനായിട്ടും അതാണ് എന്ന് പറയാനും ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഡേറ്റ ഒരു കാര്യം ആദ്യം തന്നെ നമ്മൾ ഓർക്കണം. ഇപ്പോൾ അതായത് BJP ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ തന്നെ റിസൈൻ ചെയ്തു പോയ ഒരു ഉണ്ടായിരുന്നു. എന്താണ്? ഡേറ്റ അവർ കളക്ട് ചെയ്യുന്ന യഥാർത്ഥ ഡേറ്റ പോരാ, ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന ഡേറ്റ വേണം. അതാണ് BJP ഗവൺമെന്റിന്റെ ഒരു താല്പര്യം. അങ്ങനെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പിന്നെ ഇന്ത്യയിലെ ഓപ്പൺ ഡെഫിക്കേഷനെ പറ്റി കൊണ്ടുവന്ന ഡേറ്റയുടെ പേരിലാണ് അതിന്റെ തലപ്പത്തിരുന്ന ആളെ ഡിസ്മിസ് ചെയ്തത്. അങ്ങനെയൊക്കെ നടത്തുന്ന ഗവൺമെന്റ് എപ്പോഴും BJP ഗവൺമെന്റ് അവരാഗ്രഹിക്കുന്ന തരത്തിലെ ഡേറ്റ കുക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. അതിന് പ്രേരിപ്പിക്കും, അതിന് വഴങ്ങാത്തവരെ ഇറക്കി വിടും. അതാണ് തന്ത്രം. അപ്പൊ ആ തന്ത്രം ഉപയോഗിച്ചാണ് ഈ ഹെൽത്ത് സർവേ. അതായത് നിങ്ങൾക്കറിയാമോ, തോമസ് പിക്കറ്റി ലോകം ആദരിക്കപ്പെടുന്ന സാമ്പത്തിക വിശാരദനാണ്. അദ്ദേഹം 1921 മുതൽ 2021 വരെയുള്ള 100 വർഷത്തെ കേരളത്തിന്റെ പോവർട്ടിയെ പറ്റി പഠിച്ചു. അദ്ദേഹം മാത്രമല്ല, 2 ഗ്രേറ്റ് ഇന്ത്യൻ എക്കണോമിസ്റ്റുകളും വേറൊരു ഫ്രഞ്ച് എക്കണോമിസ്റ്റും ചേർന്നാണ് പഠനം നടത്തിയത്. എന്നിട്ട് അതിന്റെ നിഗമനം എന്താണെന്നറിയാമോ? 1921 മുതൽ 2021 വരെയുള്ള കാലത്തിൽ പട്ടിണി അധികം അസമത്വവും കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടിയത് 2014 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ നിന്നാണ്. അതൊക്കെ വളരെ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ കേരളത്തിന്റെ കാര്യം പരിഗണിച്ചാൽ, കേരളത്തിന്റെ കാര്യം എടുത്താൽ NFHSന്റെ പീരിയോഡിക് സർവേ അടിസ്ഥാനത്തിൽ ഒരു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ അടിസ്ഥാനത്തിലുള്ള മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI അനുസരിച്ചാണ് ഈ പറഞ്ഞ അതിദരിദ്രർ എത്ര എന്ന സംഖ്യയിലേക്ക് എത്തിയത്. അവിടെ ഒരു ഡേറ്റ ഉണ്ട്. ഓക്കെ, ആ ഡാറ്റ കുക്ഡപ്പ് ആണ്, അതല്ലെങ്കിൽ ആ ഡാറ്റ ആധികാരികമല്ല എന്ന് വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷെ ഇപ്പുറത്ത് അതിദരിദ്രരുണ്ട്, ഇതുപോലെയല്ല, നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയാൻ എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ? എന്തെങ്കിലും പഠനമുണ്ടോ? എന്തെങ്കിലും സർവേ ഉണ്ടോ? ഒരു ഭാഗത്ത് ഡേറ്റ ഉണ്ട്, ഇപ്പുറത്ത് അങ്ങനെ പഠനമില്ലാതെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇവിടെ അതിദരിദ്രരുടെ എണ്ണം ഉണ്ട് ഇപ്പോഴും എന്ന് വാദിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഡേറ്റ എവിടെ? ഞാന് ഈ കേരളത്തിൽ വളരുന്നവളാണ്, ജീവിക്കുന്നവളാണ്, വയനാട് ജില്ലക്കാരിയാണ്. 6400 ST കുടുംബങ്ങൾ, കേരളത്തിലെ STയുടെ 42% സംസ്ഥാനമാണ്, ഡിസ്ട്രിക്റ്റ് ആണ് വയനാട്. ആ വയനാട് ജില്ലയിൽ അടക്കം ആകെ 6400 ദരിദ്ര കുടുംബങ്ങളെ ഉള്ളൂ ആദിവാസികളുടെ ഇടയിൽ എന്ന് പറഞ്ഞാല് ഞാൻ ചങ്കത്തിടിച്ച് കരഞ്ഞു പോകും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയാം വയനാടിന്റെ അവസ്ഥ. മേരി ജോർജ്, അത് നമ്മുടെ മുൻവിധികളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളുമല്ലേ? നമ്മുടെ ചിന്തകൾക്കും ആഗ്രഹ ചിന്തകൾക്കും കണ്ടതാണ്. നമ്മുടെ മുൻവിധികളല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ കണ്ണീരും അവരുടെ കഷ്ടപ്പാടുകളും. അപ്പൊ അത് കണ്ടില്ലെന്നല്ല
അടിക്കാൻ ഒക്കില്ല. മറ്റേതൊരു ഡിസ്ട്രിക്റ്റിന്റെ കാര്യം പറഞ്ഞാലും പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ഈ വയനാട് ജില്ല, അവിടുത്തെ ആദിവാസികൾ, അവരുടെ ദാരിദ്ര്യം, അതായത് ഇപ്പൊ കൃഷിപ്പണി ഇല്ലാതെയാകുന്നു. അതോടുകൂടി ഈ പട്ടികജാതി വർഗക്കാരുടെ ജീവിതം വലിയ നരകതുല്യമായി തീർന്നിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ അന്ത്യ യോജനയൊക്കെ അനുസരിച്ച് അരിയും ഒക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പട്ടിണി ഇല്ലാതെ കഴിയുന്നുണ്ട്. പക്ഷേ ദരിദ്രർ, അതിദരിദ്രർ എന്നൊക്കെ പറയുന്നതിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനിലുള്ളത് അവർക്ക് എന്തൊക്കെ വേണം, അവരുടെ നിത്യ ആവശ്യങ്ങൾ, അതായത് ആഹാരത്തിനുള്ള മാർഗം ഉണ്ടായിരിക്കണം, അവർക്ക് പാർപ്പിടം ഉണ്ടായിരിക്കണം, അവർക്ക് വസ്ത്രം ധരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, അവരുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ നോക്കാനും പ്രാപ്തി ഉണ്ടായിരിക്കണം. ഈ പ്രാപ്തികളൊക്കെ ഉള്ളവരെ ഇത്ര കുറച്ചു പേരെ കേരളത്തിൽ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി, അതായത് നമ്മുടെ കൺമുമ്പിലുണ്ട് എന്നുള്ളതാണ് അക്കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഞാൻ